ഈ മീനിറ്റ് എന്തോ എന്തൊക്കെയാ നടന്നില്ല. എനിക്കറിയണം എല്ലാ കാര്യവും പറ. എന്റെ ദർശന ചേച്ചി പാസ്വേഡ് പെണ്ണായിട്ടില്ല. ഇത് മമ്മിന് പെണ്ണായിട്ടില്ല. പെണ്ണായ മിന്നിറ്റിനോട് ഫസ്റ്റ് പറയും. അതുകൊണ്ടാണ് പറയാഞ്ഞേ. കള്ളം പറയില്ലേ? കാണുമ്പോ പറയായിരിക്കും, വരുമ്പോ പറയായിരിക്കും. വിശ്വസിക്കൂലേ? നമ്മളെ വിശ്വാസമില്ലല്ലോ മീനോട്ടിക്ക്. പക്ഷെ ഇത് പറഞ്ഞില്ലല്ലോ മീനോട്ടിയോട്. പാവം മീനോട്ടി. വിഷമിക്കണ്ട മീനോട്ടി. സത്യം എനിക്ക് വീട്ടില് പെർമിഷനൊക്കെ വായിച്ചിരിക്കുക. എന്തിനാണെന്ന് അറിയാവോ? വാസമാമ വരുമ്പോ ബാൽക്കണിയിൽ ഇരുന്നിട്ട് വാസമാമനെ നോക്കി തുപ്പാൻ. അത് എനിക്ക് അറിയില്ലായിരുന്നു. എന്നോട് പറഞ്ഞു, രംഗക്കുട്ട എനിക്ക് വീട്ടിന്റെ ഒരു ചാവി തരാമോ, സ്പെയർ ചാവി തരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല തരാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചാവി കൊടുത്തതിന് ശേഷം ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയാലി വലിയൊരു സ്കൂളിന്റെ മാനേജ്മെന്റ് നിങ്ങൾക്ക് എന്തിനാ ഈ വീട്ടിന്റെ ചാവി എന്ന് ചോദിച്ചപ്പോ അപ്പോഴാണ് എന്നോട് കാര്യം പറയുന്നേ. എനിക്കാണെങ്കിൽ ചാവി തിരിച്ചു ചോദിക്കാനും പറ്റുന്നില്ല, തരുന്നില്ല. പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല മീനുട്ടി. ഇപ്പൊ വാസുമാമനെ തൊപ്പിക്കഴിഞ്ഞാലേ ചോദിക്കാൻ ദർശന ചേച്ചി വരും. അത് വാസുമാമന്റെ പുതിയ കാമുകിയാ. പ്രപ്പോസ് ചെയ്തു, വാസുമാമൻ പ്രപ്പോസ് ചെയ്തു. മീനുട്ടി ഹോസ്പിറ്റലായിരുന്നില്ലേ, അതുകൊണ്ട് മീനുട്ടി അറിയാഞ്ഞിട്ടാ. പക്ഷെ പറയാൻ മീനുട്ടി ഉണ്ടായിരുന്നില്ലല്ലോ പറയാൻ. അതിന് വാസുമാമൻ പറഞ്ഞപ്പോ മീനുട്ടി സിറ്റിയിൽ ഇല്ലല്ലോ, പിന്നെ എങ്ങനെ വാസുമാമൻ പറയുന്നേ? ചെലപ്പോ വിട്ടുപോയാലും. പക്ഷെ എന്നാൽ അതെന്തായിരിക്കും വാസുമാമൻ പറയാഞ്ഞേ? അയ്യോ അതല്ലേ ഞാൻ ചോദിച്ചു, വാസുമാമൻ എന്താ മീനോട്ടോട് പറയാഞ്ഞേ? ദർശന എന്ന് പറഞ്ഞവളെ മീനോട്ടി കണ്ടിട്ടില്ല അല്ലേ? സംഭവം എന്താണെന്നറിയാവോ? മീനോട്ടീനൊക്കെ വന്നു കഴിഞ്ഞാൽ ദർശനയുടെ കള്ളമൊക്കെ പൊളി. അതുകൊണ്ടാണ് മീനോട്ടി ഇല്ലാത്ത സമയത്ത് മാത്രം ദർശനം വരുന്നത്. ദർശനക്ക് എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഉണ്ട്, അതെനിക്കറിയത്തില്ല. ദർശന ആദ്യം പറഞ്ഞത് ദർശനയുടെ അച്ഛൻ എന്തോ ബിസിനസ് ആണ് എന്നൊക്കെയാ പറഞ്ഞത്. പിന്നെ നാട്ടിലൊക്കെ പാട്ടായി ദർശനയുടെ അച്ഛൻ മീൻ കച്ചവടക്കാരനാണ്. ഇപ്പൊ ദർശന പറയുന്നത് ദർശനക്ക് അച്ഛനില്ലെന്നൊക്കെയാണ്. പക്ഷെ അതിപ്പോ എന്തൊക്കെയോ എന്തൊക്കെയോ ചുരുളില്ലാത്ത രഹസ്യം ദർശനെ ചുറ്റിപ്പറ്റിയിട്ടുണ്ട്. അപ്പൊ മീനൂട്ടി വന്നു കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ സത്യാവസ്ഥ നമ്മളെല്ലാരും അറിയും. അത് ഈ ദർശനക്ക് പിടിക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ദർശന മീനൂട്ടി ഉള്ളപ്പോ സിറ്റിയിലോട്ട് വരാത്തത് എന്നാണ് എന്റെ നിഗമനം. ലോലമാമ ഇവിടെ ഉണ്ട്. ഞാൻ സ്പീക്കർ ഇടാമേ. ഇല്ല കണ്ടില്ല. എന്റെ അനിയത്തെ കണ്ടോ? അല്ല എന്റെ അനിയത്തി വരെ ഇവിടെ മുതുക്കിലേക്ക് നിപ്പാറുണ്ട്. ഇവിടെ കണ്ടായിരുന്നോ എന്ന് ചോദിച്ചേ. ഓ എന്റെ ഒരു അനിയത്തി ഉണ്ട് ദർശന നേരുള്ള. അവളോ ആരാന്ന് അറിഞ്ഞോ മുതുക്കിലേക്ക് നിക്കാറില്ല. ഞാൻ ചോദിച്ചാ മീനോട്ടി ഉണ്ടോ? ഞാൻ മുതുക്കിലോട്ടൊന്നും വന്നില്ലേ. ലോല നിന്റെ വാസവണ്ണന് ദർശന സെറ്റ് ആയില്ലേ? ഞാൻ മീനൂട്ടോട് വന്നിട്ട് മീനൂട്ടിക്ക് വിശ്വാസിച്ചു. മോനെയല്ല സെറ്റാണ്. എനിക്ക് അതിനെ കുറിച്ച് അറിയത്തില്ലെന്നാ പറയാ. സെറ്റായില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇഷ്ടത്തിലല്ലേ വാസവണ്ണന്? ഇഷ്ടമല്ലേ? ദർശനെ കൊണ്ടുപോകണാണ് ഇടക്കിടക്ക്. അതുകൊണ്ട് അവനെ കൊണ്ടുവിടാൻ ദർശന വരേണ്ടതാണല്ലോ. ദർശന വന്നില്ലേ?
ആരാ? അവൾ ഇങ്ങനെ ഇങ്ങനെ ഒരു പരിപാടിക്ക് വരില്ല. കള്ളി, വെറും കള്ളി, ബുദ്ധിയില്ല, ബോധമില്ല, കള്ളിയുമാണ് കള്ളി. എന്റെ മുത്തുമാമനെ ഞാനാ കൊണ്ടുവരുന്നത്. എന്നാലും കള്ളി ദർശനന്റെ അനിയത്തേന്റെ അറിയില്ല. അവള് മഹാ കള്ളിയാ. അവള് കല്യാണെങ്കിൽ എനിക്കെത്താ. അവളെ കള്ളിയാണ് നിനക്കൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞതാ കള്ളിയെന്ന്. എന്നിട്ട് എനിക്ക് കാണാൻ പറയണേ കള്ളിയെന്ന്. അവളെ മൂത്ത കൊടുക്കണം കള്ളിയെന്ന്. അവന്റെ കൊച്ചല്ലേ മീനുട്ടി. മീനുട്ടിയുടെ ബാസുമാമന്റെ ദർശന മാമി. എന്റെ ദർശന മാമി മുത്തുമാമനാണോന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മീനുട്ടീനോട് ഫസ്റ്റ് പറയും. ഞാൻ പറഞ്ഞില്ല മീനുട്ടി, അതാണ് സത്യം. ആ. വിഷമിക്കണ്ട മീനുട്ടി, ഞാൻ പറഞ്ഞില്ലേ മീനുട്ടി. നമ്മൾ വിഷമിക്കണ്ട മീനൂട്ടി. എന്തായാലും മന്ദബുദ്ധി വരുമ്പോ എന്നത് കാണാൻ പറഞ്ഞേക്ക്. നിനക്ക് കാണുവാണേല്. അതേത് ഭാഷ? പുതിയ ഭാഷയാണോ? എന്തുവാ? എന്റെ മാത്തുമാമനാ. ഇല്ല ഭാഷ അപ്പൊ ദർശനം കൊണ്ടുപോയില്ലേ? മാത്തുമാമനെ വല്ല ചേച്ചീനെ ഞാൻ കണ്ടെടുത്ത് കൊടുക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. മീനൂട്ടി കണ്ടുപിടിക്കുന്ന കൊച്ചിലൊന്നും വേണ്ടെന്നാ പറഞ്ഞ. പിന്നെ ബാസുമാമനെ കുറച്ച് ഇഷ്ടമൊക്കെ കാണൂലേ? എന്താ മീനുട്ടി ഇങ്ങനെ പൊസസീവ് അടിക്കാതെ? മാത്തുമാമന്റെ ഇഷ്ടമൊക്കെ മീനുട്ടിക്ക് അറിയാം. ഇല്ലല്ല അറിഞ്ഞൂടാ. പിന്നെ അല്ല, ബാസുമാമനെ ദർശനം അറിഞ്ഞൂടാ. ഇഷ്ടം. എന്താ മീനുട്ടി ഇങ്ങനെ? നീ അല്ല നടത്തി കൊടുക്കുക എങ്ങനെയാണോ? അല്ല മാത്തുമാമ മീനുട്ടിന്റെയാ. മാമനായിട്ട് മീനുട്ടിയുടെയാ. മാമനായിട്ട് പോരില്ലോ. അതെ, ഗേൾഫ്രണ്ടും ജീവിതമൊക്കെ വേണമല്ലോ. സത്യം മീനുട്ടിക്ക് ഒരു കൂട്ട് വേണ്ടേ കളിക്കാനും? അതെ. കല്യാണം കഴിക്കണം. മീനുട്ടീനോട് കണ്ടിരിക്കാനാ മാത്തുമാമ പറഞ്ഞേക്കണേ. ഇല്ലല്ല മീനൂട്ടി കണ്ടുകൊടുത്ത ഐസ്ക്രീം തരേണ്ടി വരില്ലേ? ഇതാകുമ്പോ നമുക്ക് ഫ്രീ അല്ലേ? ഐസ്ക്രീം ഒക്കെ മേടിച്ചു കൊടുക്കാൻ എന്താ വില? നിങ്ങളൊക്കെ വെറുതെ വരെയാണ് എനിക്കറിയാം. വെറുതെ ഒന്നല്ല, സീരിയസ് ആയിട്ട് ഐസ്ക്രീം പറയാ. ക്യാൻസൽ. അതെ, ഐസ്ക്രീം ഒക്കെ പോയി. അവിടെ നീ മുതുക്കില് ചോദിച്ചോ, എല്ലാരും പറയും ബാസുവണ്ണന്റെ ഗേൾഫ്രണ്ട് ദർശന, അങ്ങനെ പറയാം. സത്യം. മീനോട്ടിയോട് പറഞ്ഞില്ലല്ലോ, അത് മോശമായിപ്പോയി. മാമനാണെങ്കിലും ഇല്ല അത് പോട്ടെ, കുഴപ്പമില്ല. മീനൂട്ടി ഞാൻ മാത്തുമാമേനെ വിളിക്കട്ടെ. ഇല്ല വസാമൻ ഇല്ലല്ലോ ഇന്ന്. വിഷമിക്കല്ലേ, പോട്ടെ. കുഴപ്പമില്ല മീനൂട്ടി, എന്തായാലും ഐസ്ക്രീം പോയില്ലേ കുഴപ്പമില്ല. എന്ത് പറ്റി മീനോട്ടി? വിഷമായോ? ഐസ്ക്രീം വേണം ഐസ്ക്രീം. അതിന് അത്ര മൂവല്ലേ? മേടിച്ചു തരാം കേട്ടോ. ബൈ. എന്റെ മാത്തുമാമനാ.